റബ്ബർ ഷീറ്റും ഒട്ടുപാലും എടുക്കപ്പെടും. AK റബ്ബർ സ്റ്റോഴ്സ്, കല്ലുംപുറം, എഴുകോൺ, നിയർ പെട്രോൾ പമ്പ്, എഴുകോൺ. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ റബ്ബർ വില, അതായത് 25/3/2025 രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണവില ഇടിഞ്ഞു, വിദേശത്തും റബ്ബർ വില ഉയരുന്നു. റബ്ബർ ഷീറ്റ് ഉള്ളവർ വളരെ സന്തോഷത്തിലാണ്. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. അതായത് കോട്ടയം ബോർഡ് റബ്ബർ വില RSS-4 കിലോയുടെ പുറത്ത് 204, RSS-5 കിലോ 200, ISNL 185, ലാറ്റക്സ് 60% 136.85 ഇതാണ് ഇന്നത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി നോക്കുമ്പോൾ RSS-4 204, RSS-5 200 ആണ് ഓടുന്നത്. ഇനി 80% ഒട്ടുപാൽ നോക്കുമ്പോൾ 138, 60% ഒട്ടുപാൽ 103 രൂപ 50 മറ്റ് ഗ്രേഡ് ലൂസ് നോക്കുമ്പോൾ 1 കിലോ 196, ലോട്ട് 185 മുതൽ 190 വരെയാണ്. ഇനി വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ RSS-4 കിലോയുടെ പുറത്ത് 196, RSS-5 കിലോയുടെ പുറത്ത് 192, ISNL 177 മുതൽ 178 രൂപയാണ്. ഒട്ടുപാൽ 70% ഒട്ടുപാൽ 120 മുതൽ 131 വരെയാണ് അങ്ങനെയാണ് പോകുന്നത്. ഇന്നത്തെ വില നോക്കുമ്പോൾ വ്യാപാരി വിലയിൽ RSS-4ഉം 5ഉം 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കിലോയുടെ പുറത്ത്. ഇതാണ് രാവിലത്തെ വില. ഇനി 10 കഴിഞ്ഞ് വീണ്ടും വില കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. ഇനി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു ഭവൻ്റെ മുകളിൽ 120 വരെയാണ് ഇടിഞ്ഞിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 8215, ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ 65,720 രൂപയാണ്. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 8962, ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ 71,696 രൂപയാണ്. ഇനി കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് 707, അൺഗാർബിൾഡ് 687, പുതിയത് 677. കശുവണ്ടി 144, കൊക്കോ 380, ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ നാടൻ ഇപ്പോൾ ഞങ്ങൾക്ക് കടയിൽ കിട്ടിയിരിക്കുന്നത് 85 രൂപയാണ് ഓടുന്നത്. ഇനി അടയ്ക്ക പുതിയത് 220, പഴയത് 300 ആണ് പോകുന്നത്. കുറച്ച് ചാറ്റൽ മഴ കിട്ടിയെങ്കിലും ശരിയായി മണ്ണിന് പദം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് തുടങ്ങാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. നല്ല മഴ കിട്ടിയിട്ട് വേണം ഇനി വളമൊക്കെ ചേർന്ന് നല്ല രീതിയിൽ റബ്ബർ ടാപ്പിംഗ് നടത്തുവാൻ. പകല് നല്ല ചൂട് തന്നെ, ഈർപ്പവും കൂടുതലാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡെയിലി റബ്ബർ വില ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കണം. ഒപ്പം മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. ഒപ്പം ലൈക്കും കമൻസും ചെയ്യുക.